നമ്മൾ ഓവനിന്ന് എടുക്കുമ്പോൾ ബ്രൗണീസിന്റെ മേലെ ഇങ്ങനെ ക്രിങ്കിൾഡ് ആയിട്ടുള്ള ടോപ്പ് കാണുമ്പോണ്ടല്ലോ, നമ്മൾ പറയാറില്ലേ തോറ്റവർക്കേ ജയിക്കുന്നതിന്റെ സുഖം അറിയുള്ളൂന്ന്. അതുപോലെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ കുറേ പ്രാവശ്യം ബ്രൗണീസ് ട്രൈ ചെയ്ത് ശരിയാവാതെ പിന്നെ പിന്നെ അതിന്റെ ടിപ്സും ട്രിക്സും ഒക്കെ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത് പിന്നെ സെറ്റായി വരുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ നമ്മുടെ ബ്രൗണീസ് കേക്കിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കേക്കിനേക്കാൾ നഷ്ടം വരുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിൽ ആഡ് ചെയ്യുന്നതൊക്കെ ബട്ടറും ചോക്ലേറ്റും ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. കേക്കിന്റെ ഒരു സ്പഞ്ച് ശരിയായില്ലെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും രണ്ട് മുട്ടയും മാത്രമേ പോവുള്ളൂ. പക്ഷെ ഇതിൽ ആഡ് ചെയ്യുന്ന ചോക്ലേറ്റും ബട്ടറൊക്കെ പോയാല് അത് അതറിയണമെങ്കിലേ ഒരു പ്രാവശ്യമെങ്കിലും ബ്രൗണീസ് ഉണ്ടാക്കി നോക്കണം. അപ്പൊ ഇതുപോലെ ബ്രൗണീസ് ഉണ്ടാക്കി ശരിയാവാതെ ഒന്ന് പഠിച്ചെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉള്ളത്. അപ്പോൾ ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഈ ബ്രൗണീസ് ഉണ്ടാക്കിയത് നമുക്ക് ബ്രൗണി ടബ് സെറ്റ് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാട്ടോ ചെയ്തത്. ടബിൽ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഒരു 200 ഗ്രാംസ് വരണം. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ് ഞാൻ ഈ ബ്രൗണി സെറ്റ് ചെയ്തെടുത്തത്.